എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു വർഷക്കാലമായി കാത്തിരിക്കുന്നൊരു വിഷു വീണ്ടും സമാഗതമാവുകയാണ്. അപ്പോൾ ഭഗവാന്റെ അടുത്ത് നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ ഈ വിഷുവിന് വിഷുക്കൈനീട്ടം വളരെ പ്രാധാന്യമുള്ള ഒന്നാണ്. അപ്പോൾ അന്ന് വരാനും ഭഗവാന്റെ അടുത്ത് നിന്നും വിഷുക്കൈനീട്ടം വാങ്ങാനും വേണ്ടിയിട്ട് എല്ലാ ഭക്തജനങ്ങളെയും ക്ഷണിക്കുന്നതോടൊപ്പം ഒരു സന്തോഷ വാർത്തയുള്ളത്, ഏപ്രിൽ 15-ാം തീയതിയാണ് നമ്മുടെ വിഷു. പക്ഷേ 3 ദിവസം മുൻപ്, അതായത് ഏപ്രിൽ 12-ാം തീയതി നമ്മുടെ ക്ഷേത്രത്തിൽ 2 പ്രധാനപ്പെട്ട വഴിപാടുകൾ അല്ലെങ്കിൽ 2 പ്രധാനപ്പെട്ട പൂജയാണ് നടക്കുന്നത്, ചടങ്ങുകളാണ് നടക്കുന്നത്. ഒന്ന്, എല്ലാ ഇംഗ്ലീഷ് മാസവും 2ാമത്തെ ഞായറാഴ്ച നടക്കുന്ന സൗഖ്യ അഭീഷ്ടസിദ്ധി പൂജ. അതുപോലെ തന്നെ ക്ഷേത്രത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഏറ്റവും പഴക്കം ചെന്ന വളരെ വിശേഷപ്പെട്ട അതിവിശേഷമായ തിരുവോണ എന്ന വഴിപാട്. ഇത് രണ്ടും ഒരു ദിവസം വന്നു എന്നൊരു പ്രത്യേകതയുണ്ട്. ഏപ്രിൽ 12 ഞായറാഴ്ച. അതോടൊപ്പം സന്തോഷം പകരുന്ന ഒന്നാണ്, ഒരു ദിവസം 5 വിഷ്ണു ക്ഷേത്രങ്ങൾ ദർശിക്കാനുള്ളൊരു അവസരമാണ് ഈ KSRTC ഒരുക്കുന്ന അഞ്ചമ്പല ദർശനം. അപ്പോൾ ഈ അന്നത്തെ ഒരു പ്രത്യേകത, അതായത് ഏപ്രിൽ 12-ാം തീയതി ഞായറാഴ്ച രാവിലെ ഇവിടെ എത്തുന്ന ഭക്തജനങ്ങൾക്ക് 6:30 തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ എത്തിയാൽ KSRTCയിൽ അഞ്ചമ്പല ദർശനം നടത്താം. ഒരു ദിവസം നമുക്ക് 5 വിഷ്ണു ക്ഷേത്രങ്ങളിൽ ദർശിക്കാനുള്ളൊരു ഭാഗ്യം. അതോടൊപ്പം ഇവിടെ വന്ന് സൗഖ്യാഭീഷ്ടസിദ്ധി പൂജയിൽ പങ്കെടുക്കാം. അതുകൂടാതെ വളരെ വിശേഷപ്പെട്ട, അതായത് നകുലന് മുന്നിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് നകുലനെ അനുഗ്രഹിച്ച ഒരു ദിവസമാണ് തിരുവോണം. അതുപോലെ തന്നെ ഭഗവാന്റെ പുനഃപ്രതിഷ്ഠ നടത്തിയ വടക്കുംകൂർ രാജാവിന് സന്തതികളില്ലാതിരുന്നതിൽ ഖിന്നനായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ആ ഒരു ദുഃഖം, അതിനുള്ളൊരു പരിഹാരം എന്ന വണ്ണം ഭഗവാൻ സ്വപ്ന ദർശനത്തിലൂടെ തിരുവോണകൂട്ടിൻ്റെ ആ ഒരു പ്രാധാന്യം പറഞ്ഞു കൊടുക്കുകയും തൊട്ടടുത്ത തിരുവോണം മുതൽ ആചാരപരമായി തന്നെ ആ ഒരു വഴിപാട് നടത്തുകയും അദ്ദേഹത്തെ സൽസന്തതികളെ നൽകി ഭഗവാൻ അനുഗ്രഹിക്കുകയും ചെയ്ത ഒരു പ്രത്യേകതയുണ്ട് തിരുവോണകൂട്ടിന്. അതുകൂടാതെ ആ കുട്ടികൾക്ക് വിവാഹപ്രായം എത്തിയപ്പോൾ ഉത്കൃഷ്ടമായ വധൂവരന്മാരെ നൽകി അനുഗ്രഹിച്ച ഭഗവാൻ. അപ്പോൾ അങ്ങനെ സൽസന്താന ലബ്ധിക്കും വിവാഹ സംബന്ധമായ തടസ്സങ്ങൾ മാറാനും ഈശ്വരാധീനമുള്ളവരായിട്ട് കുട്ടികൾ വളരാനും കർമ്മമണ്ഡലങ്ങളിൽ തിളങ്ങുന്ന താരങ്ങളായി മാറാനും ഒക്കെ ഈ ഒരു വഴിപാട് വളരെ വിശേഷമാണ്. അപ്പോൾ അന്ന് ഇതിനെല്ലാമുള്ള ഒരു ദിവസമാണ്, വളരെ വിശേഷപ്പെട്ട ഒരു ദിവസം. അതുകൂടാതെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഭഗവാന്റെ കയ്യിൽ നിന്നും വിഷുക്കൈനീട്ടം, അത് 15-ാം തീയതി വരാൻ സാധിക്കാത്തവർക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ 12-ാം തീയതി, അതായത് സൗഖ്യാഭീഷ്ടസിദ്ധി പൂജയും തിരുവോണകൂട്ടും ഒത്തുചേർന്ന് വരുന്ന ഒരു ദിവസം, ഒരു വർഷത്തേക്ക് സൂക്ഷിക്കാനായി ഭഗവാന്റെ അനുഗ്രഹം ആയിട്ട് ഈ തിരുവോണകൂട്ടിനും സൗഖ്യാഭീഷ്ടസിദ്ധി പൂജയിലും പങ്കെടുക്കുന്ന എല്ലാവർക്കും ഭഗവാന്റെ വിഷുക്കൈനീട്ടം നമ്മൾ നൽകുന്നുണ്ട്. അപ്പോൾ എല്ലാ ഭക്തജനങ്ങളെയും ഏപ്രിൽ 12-ാം തീയതി ലോകമെങ്ങും സൗഖ്യം നിറയ്ക്കുക എന്ന മഹാസങ്കല്പത്തിൽ അശ്വിനി ദേവപുത്രനായ നകുലൻ പ്രതിഷ്ഠിച്ച ഇടവെട്ടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്ക് ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും അഡ്വാൻസായി തന്നെ ഇടവെട്ടി ശ്രീകൃഷ്ണ ഭഗവാന്റെ വിഷുദിന ആശംസകൾ കൂടി നേരുകയാണ്.